നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. നമ്മളുടെ അറബിക്കം ചെടി കണ്ടില്ലേ, അന്ന് കവറിലുള്ള ചെടിയായിരുന്നില്ലേ, അത് ഞാൻ വലിയ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചതാണ് കേട്ടോ. അത്രയും ഇതിലിരിക്കുമ്പോഴാണ് അതിൻ്റെ രാജകീയ പ്രൗഢി കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെടി സൗജന്യമായി കൊടുക്കുകയാണ്. ഒരു അഡീനിയത്തിൻ്റെ അറബിക്കം ചെടിയാണ് കേട്ടോ. ഇത് കൊടുക്കുന്നത് ഒരു വിഭാഗത്തിനാണ്, എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺസ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുട്ടി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് പെന്നും പെൻസിലും ക്രയോൺസൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുന്നു, മുതിർന്ന ആളുകളെയും പ്രോത്സാഹിപ്പിച്ചുകൂടെയെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഏകദേശം 5 വർഷം മുന്നേ തുടങ്ങിയതാണ് ഈ ഹാപ്പിനെസ് ഗാർഡൻ എന്ന പ്രൊജക്റ്റ്. അതായത് റിട്ടയറായ ആളുകളെ, അതായത് സീനിയർ സിറ്റിസൺസിനെയും റിട്ടയറായ ആളുകളെയും അവരുടെ റിട്ടയർമെൻറ്റ് ജീവിതം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷകരമായ രീതിയിൽ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, തെറാപ്പി ബേസ്ഡ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അതായത് അലങ്കാര ചെടികളും പച്ചക്കറിയും വളർത്തി അവരുടെ ടെൻഷൻ കുറയ്ക്കുക, അവരുടെ ചിന്തകൾ കൃഷിയിടത്തിലേക്ക് മാത്രമാക്കുക, അങ്ങനെയുള്ള കുറേ ഒറ്റപ്പെടലുകളിൽ നിന്നുള്ളൊരു മാറ്റം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല സ്ഥലത്തും ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഈ റിട്ടയർമെൻ്റ് ആയ ആളുകൾ ചെടി പരിപാലനവും പച്ചക്കറി കൃഷിയൊക്കെ ധാരാളം ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ അനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, നിങ്ങൾ ധാരാളം ചെടികൾ പരിപാലിക്കുന്നുണ്ടെങ്കിൽ, പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇനി പച്ചക്കറിയും ചെടി പരിപാലനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ചെയ്യുക. അതായത് മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് അവരുടെ അസുഖങ്ങൾ കുറയ്ക്കാനും ജീവിതം നല്ല രീതിയിൽ ആനന്ദകരമാക്കാനും ഈ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും ഉപയോഗപ്രദമാണോ എന്നൊരു ചോദ്യമാണ്. അതിനുള്ളൊരു മറുപടി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ചെയ്ത് ആളുകൾ അവർ എന്ത് ചെയ്യണം, ആ കമൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായത്താൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു തരിക. അപ്പോൾ നമ്മളിത് ഒരാഴ്ച സമയം വെച്ചിട്ട് ആ ഒരാഴ്ച അഡീനിയത്തിൻ്റെ ഈ തൈ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ അഡീനിയം അറബിക്കം തൈ, ഏകദേശം 1.5 വർഷത്തിലേറെ പഴക്കമുള്ള തൈയാണ് കേട്ടോ. ഈ അഡീനിയം തൈ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നതാണ്. ഇതോടൊപ്പം നമ്മളുടെ അഡീനിയത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ധാരാളമായിട്ട് ഇനി പൂവുണ്ടാവാനും പൂവുണ്ടായിക്കഴിഞ്ഞാൽ അത് വിത്തായി മാറാനും ചേർക്കേണ്ട കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ പറയുകയാണ് കേട്ടോ. അതായത് അഡീനിയത്തിന് കൃത്യമായ പരിപാലനം വേണം. മുന്നേ നവംബറിലൊക്കെ നമ്മൾ വളം ഒരു ചെറിയ അത്യാവശ്യ രീതിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഈ സമയത്ത് കുറച്ച് ഇല കൊഴിഞ്ഞാൽ പിന്നെ നാമ്പുകൾ വരും. ഈ നാമ്പുകൾ വരുന്ന സമയത്ത് ഒന്നാം ഘട്ടത്തിൽ നൈട്രജൻ വളങ്ങളും 2ാം ഘട്ടത്തിൽ പൊട്ടാഷ് വളങ്ങളും പ്രയോഗിക്കുക. അങ്ങനെ അത് പൂവിട്ടു, നന്നായി പൂട്ടു. ഇപ്പോൾ ഇവിടുത്തെ ചെടിയൊക്കെ ഇല കൊഴിയുന്ന സമയമാണെങ്കിൽ പോലും നമ്മളുടെ പരിപാലന രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടാണ് അത്ര പൂവിട്ട് നിൽക്കുന്നത്. ഇത്രയും പൂവിട്ട് നിന്നു. ഇനി ഇത്ര അധികം പൂവിൽ നിന്നും അതിലേറെ വിത്തുകൾ ഉണ്ടാവും. അതെങ്ങനെയാണ് സാധ്യമാക്കുന്നത് വെച്ചാൽ, നമുക്ക് മാനുവലായിട്ട് ഹാൻഡ് പോളിനേഷൻ നടത്തുക പറഞ്ഞാൽ എത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഒന്നുകെ ഒരു ചെറു തേനീച്ച കൂടി ഈ ചെടികളുടെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മളെ യൂഫോർബിയ ചെടി വെക്കുക. ഒന്നും വേണ്ട, നിങ്ങളൊരു 2-3 തൊട്ടാവാടി ചെടി പറിച്ചെടുത്തിട്ട് ചട്ടിയിൽ വെച്ച് പരിപാലിച്ചോളൂ. ധാരാളം തേനീച്ചകൾ വരും. ഈ തേനീച്ചകൾ നമുക്ക് ഈ ചെടിയിൽ കയറി ഇറങ്ങി, പൂവിൽ കയറി ഇറങ്ങി ധാരാളം വിത്ത് ഉണ്ടാക്കി തരും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സീനിയർ സിറ്റിസന് കൊടുക്കാനുള്ള, ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുക. ഈ വീഡിയോ, അതായത് വിത്തുൽപാദനം, പൂവിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.